എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് ഞാനും പിള്ളേരും കൂടി ഒന്ന് കൊടകരയ്ക്ക് വെറുതെ ഒന്ന് കറങ്ങാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ലോങ് വീഡിയോ എടുക്കൽ വളരെ കുറവാണ്. തുമ്മാവരുത്. അപ്പോൾ ലോങ് വീഡിയോ ആവാന്ന് വിചാരിച്ചു. എല്ലാം ഷോർട്സ് ആണ് എടുത്ത് വെക്കണേ. ലോങ് വീഡിയോ എടുക്കലേ ഇല്ല. എന്നാൽ ഷോർട്സ് എടുക്കാന്തോ ഒരു 10-30 മിനിറ്റ് ഉണ്ട്. അതപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആക്കി കൂടെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി അങ്ങോട്ട് ലോങ് വീഡിയോസ് കുറച്ച് എടുത്ത് വെക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ കറക്കം, എനിക്ക് ഒരു കൊറിയർ വാങ്ങാനുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ, പിന്നെ പിള്ളേർക്ക് ഒരു ചെറിയ കറക്കായല്ലോ, പിള്ളേരെ കൊണ്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും കയറാം. പിന്നെ അങ്ങനെ മൊത്തം കൊടകര അങ്ങോട്ട് തിണ്ടി നടക്കാം. ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് ഒന്ന് പിള്ളേരായിട്ടൊരു വൈബ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, അപ്പോൾ പോയാലോ എന്ന്. അപ്പോൾ പോകുമ്പോൾ എന്തായാലും കുട്ടികളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. വലിയ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ല, ചെയ്യാൻ പോകണുള്ളൂ. ഒന്ന് പിരികം ഫില്ല് ചെയ്ത് നെറ്റിപ്പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെഡി ആവൽ കഴിഞ്ഞു. അപ്പം ഞാനൊന്ന് റെഡി ആവട്ടെ. റെഡി ആയി കഴിഞ്ഞിട്ട് എൻ്റെയും കുട്ടികളുടെയും ഒക്കെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്ന് നമുക്ക് പോവാം കൊടകരയ്ക്ക്. മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഞാൻ എൻ്റെ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡമിൻ്റെയാണ്. അത് ഏകദേശം തീരാറായി. അപ്പം ഞാൻ ഇന്ന് അധികം കാര്യങ്ങളൊന്നും മുഖത്ത് ചെയ്യണില്ല. ജസ്റ്റ് ഇത് ഡോട്ട് ആൻഡ് കീയുടെ 50++ ഇതാണ്, എന്ത് ടിൻറ്റഡ് സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് നമുക്കിന്ന് ഒപ്പിക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. ഇത് മതി എന്ന് വിചാരിച്ചു. ഐടെക്സിൻ്റെ പൊട്ട് വാങ്ങണം. എൻ്റെ ഐടെക്സിൻ്റെ പൊട്ട് തീർന്നു. ഇപ്പം ഇത്തിരി ഭൂതത്തിൻ്റെ പോലെ ഇരിക്കും, പക്ഷെ അത് പതുക്കെ സ്കിന്നിൽ അബ്സോർബ് ആയിക്കും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അത് സ്കിന്നിൽ അബ്സോർബ് ആകുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്യാം. ഐബ്രോ ഞാനിന്ന് പെൻസിലുകൊണ്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഈ താഴെ നടുക്ക് നിന്നും മുകളിൽ നടുക്ക് നിന്നും എഴുതി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡ്, ഇത് ഏതാണെന്നറിയാമോ? മിസ് ക്ലെയറിൻ്റെ ആണ്. ഇതിൻ്റെ ഒരു സൈഡ് പെൻസിലും ഒരു സൈഡ് ഈ ബ്രഷും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ അന്വേഷിച്ച് പോകണ്ട. ഐബ്രോ പാലറ്റ് ഉണ്ട് എൻ്റെ അടുത്ത്, പക്ഷെ പെട്ടെന്ന് റെഡി ആവാനുള്ള ടൈമിലും എല്ലായിടത്തേക്കും ട്രാവലൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇതാണ് കൂടുതലും യൂസ് ചെയ്യാറ്. എന്ന് വെച്ചാൽ ഇതാണ് സുഖം, ഈസിയാണ്. നമുക്ക് വേറെ സംഭവങ്ങളൊന്നും അന്വേഷിച്ച് പോകണ്ട. ഇതിൻ്റെ രണ്ടറ്റത്ത് തന്നെ സംഭവങ്ങളുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നറിയോ? ഇപ്പം ഇത് മൊത്തം സ്പ്രെഡായിരിക്കുകയാണല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ താഴെയുള്ളതും ഇതിൻ്റെ മുകളിലുള്ളതും ഒന്നും ഇങ്ങനെ എടുക്കും. എന്നിട്ടൊന്നും കൂടെ എൻ്റെ ത്രെഡ് പിരിയാനൊന്ന് ത്രെഡ് ചെയ്യാറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാണാനുണ്ട്. പിരിയാൻ ത്രെഡ് ആയി നമ്മുടെ മുഖം വല്ലാണ്ട് ഡള്ളായ പോലെ തോന്നും. ഇതില്ലാണ്ട് എനിക്കൊരു രക്ഷയില്ല കേട്ടോ. കുങ്കുമം തൊടാണ്ടേ രക്ഷയില്ല. കണ്ണെഴുതണ്ടെന്ന് വിചാരിച്ചേക്കണേ. എന്നാലും ചുമ്മാ ഒന്ന് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. ഐ ഷാഡോ അല്ല, ഇത് എന്താ, മസ്കാര. കണ്ണിനൊരു ഉറക്കത്തിൽ നിന്ന് എൻ്റെ ലുക്ക് കിട്ടാണ്ടിരിക്കാനേ ചുമ്മാ. ഇന്ന് തലയും കുളിച്ചിട്ടില്ല, ശരിക്കും ഉറക്കത്തിൽ നിന്ന് എൻ്റെ പോലെ തോന്നും. കണ്ടിന്യൂസ് ആയിട്ട് എന്നും തല കുളിക്കുന്നുണ്ട്. അപ്പം ഇന്നൊരു ദിവസം തല കുളിച്ചില്ല. അപ്പം ഇന്ന് പോയിട്ട് തലക്ക് വിശർക്കും. നാളെ എന്തായാലും തല കുളിക്കും. കഴിഞ്ഞു. എന്നാലും എനിക്ക് ഇതാണ് ഇഷ്ടം. എന്താ പറയുക, ഇത് ഓവർ ലാഷസിൻ്റെ ഇതൊന്നും തരില്ല, പക്ഷേ നല്ലത് മറ്റേതാണെങ്കിലും ഇതെന്താ സ്വിസ് ബ്യൂട്ടിയുടെ ഇത് ഉപയോഗിക്കണം. എന്താണെന്നറിയോ? ഇത് പെട്ടെന്ന് കഴുകി കളയാൻ പറ്റും. ദാറ്റ്സ് വൈ. കണ്ണെഴുതണ്ടാണെന്ന് എനിക്കൊരു ഫീല്. കണ്ണെഴുതണ്ടാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ തന്നെ കിട്ടിയാൽ മതിയോ? മതി. അപ്പം എൻ്റെ റെഡി ആവൽ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഔട്ട്ഫിറ്റ് കാണണ്ടേ? ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മീഷോന്ന് എടുത്തതാണ്. ലൂസുള്ള പാൻറ്റും കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ലൂസുള്ള പാൻറ്റും ഈ ഫുൾ സ്ലീവ് കോളേർഡ് നെക്ക് വരുന്ന ബനിയനും ഇത് രണ്ടും മീഷോന്ന് എടുത്തതാണ്.
ടാഗ് ചെയ്യാൻ മീഷോയിലത്തെ പ്രൊഡക്ട്സ് മാത്രം ടാഗ് ചെയ്യാൻ യൂട്യൂബുകാർ സമ്മതിക്കണല്ലേ. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി പിള്ളേർ റെഡിയായിരുന്നു പോയി നോക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് കൊടകരയ്ക്ക് പോകാം. സോറി, എൻ്റെ റെഡിയാവൽ കഴിഞ്ഞിട്ടില്ല. എൻ്റെ മെയിൻ സാധനമാണ് ഈ കൈമിടുന്ന ഈ ഒരു ബ്രേസ്ലെറ്റും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ കളർ പോയിട്ടില്ല. എന്തോരം ഇട്ടേക്കണേന്ന് അറിയാം. ഇത് ഞാൻ എൻ്റെ കളർ പോയിട്ടില്ല. അതുപോലെ ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു വാച്ചാണ്. സൂം ചെയ്ത് കാണിച്ചത് കാണുന്നുണ്ടോ? കണ്ട, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തൊരു വാച്ചാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത കൈമിടുന്ന ബ്രേസ്ലെറ്റാണ്. ഇത് ശരിക്കും എന്താ ഇങ്ങനെയാണ്. എൻ്റെ ഫേവറേറ്റ് കളറാണിത്. കണ്ട, അപ്പോൾ ഈ വാച്ചും കൂടി കിട്ടിയാലേ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ എൻ്റെ മറ്റേ ഡാനിയലാണ് കേട്ടോ. ഡാനിയലാണ് ഈ വാച്ച്. ഇതിൻ്റെ തന്നെ ബ്ലാക്കാണ് പ്രശാന്തേട്ടൻ്റെ. എൻ്റെ ഗോൾഡ് ഞാൻ വേറെ ഏതോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് പ്രശാന്തേട്ടൻ കെട്ടിയിട്ട് പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വാച്ച് കെട്ടി എൻ്റെ ബാഗും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആണ്. മുടി എനിക്ക് കംഫർട്ട് ഇത് അഴിച്ചിട്ട ഈ ചൂടത്ത് രക്ഷയില്ല. കാര്യം മഴയൊക്കെ പെയ്തു, എന്നാലും അഴിച്ചിട്ട ഒരു കംഫർട്ടില്ല. ഇതാണ് ഇപ്പോൾ വാച്ച്. ഇതാണ് വാച്ച്. ഇതാണ് ഇപ്പുറത്തെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ്, ഇപ്പുറത്തെ കയ്യിൽ ഒരു വാച്ച്. എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് കേട്ടോ. ഇതും അല്ലാണ്ട് വേറൊരു വാച്ച് ഉണ്ട്. ഈ 2 വാച്ചാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ തന്നെ പ്രശാന്തേട്ടൻ്റെ ബ്ലാക്ക് ഉണ്ട്. അത് ഇടയ്ക്ക് എടുത്ത് കെട്ടാറുണ്ട്. ഇത് പ്രശാന്തേട്ടൻ കെട്ടുമ്പോൾ അത് ഞാൻ കെട്ടും. അപ്പോൾ പിള്ളേർ റെഡി ചെയ്യുന്നുണ്ട്. പിള്ളേരെ വിളിക്കാം. നംശീവിൻ്റെ റെഡി ആവൽ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇതാണ് നംശീവിൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ബ്ലാക്ക്, നീ ബ്ലാക്ക്. ഇതെങ്ങനെ ജാനും ബ്ലാക്ക് ഇടാൻ മതി. അപ്പൊ നംശീന്റെ റെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജാനുവിനെ കൂടി ബ്ലാക്ക് ഇടിപ്പിച്ചാ ഞങ്ങൾ 3 പേരും ബ്ലാക്ക്. കോയിൻസിഡൻസ് ആണ് കേട്ടാ. ഇത് ഞാൻ മീഷോന്ന് എടുത്തതാണ്. അത് നംശീന് മീഷോന്ന് എടുത്ത. എല്ലാം മീഷോ ഉള്ള ദൈവം, ഫുൾ ഫാമിലി മീഷോ ആണ് ഇപ്പൊ. അപ്പൊ ജാനുവിനെ കൂടി ബ്ലാക്ക് ഇടിപ്പിക്കാം. അപ്പൊ ഞങ്ങള് 3 പേരും ബ്ലാക്ക് ഇട്ട് അടിച്ചു പൊളിക്കാം. നംശീന്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിക്കട്ടെ. എന്റെ മീഷോയാ നിന്റെ മീഷോ എന്നിപ്പോ മീഷോയല്ല. നംശീന് ഇങ്ങനൊരു തൊപ്പിയൊക്കെ ഉള്ളതാണ് കേട്ടാ. അയ്യോ, ഇങ്ങനൊരു തൊപ്പിയൊക്കെ ഉള്ളൊരു ഹുഡി, സ്ലീവ്ലെസ് ഹുഡിയാണ്. പക്ഷെ ഇത് എന്താ പറയാ, സ്പോർട്സ് വെയർ ആണ് അല്ലെ, തുണി സ്പോർട്സ് വെയറിന്റെ തുണിയാണ് കേട്ടത്. ഇതാണ് നംശീന്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. പാന്റ് മീഷോ അല്ല കേട്ടോ. പാന്റ് ഞങ്ങൾ പൈസ കൊടുത്ത് എവിടെ നിന്ന് മനസ്സിലാ. എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റൈലാണോ, സുഡിയോ അല്ല, മാക്സിന്നാന്ന് തോന്നുന്നു. അവള് വിളിക്കുന്നുണ്ട് ചെല്ലി. അപ്പൊ ജാനുവിന്റെ കൂടി റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. എന്റെ ബാഗും കൂടി എന്റെ തീരണമെങ്കിൽ എനിക്ക് ഈ ബാഗ്. അപ്പൊ ഈ ബാഗ് കണ്ട് മതിയായെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിതില്ലാതെ ഒരു രക്ഷയില്ല. ഇതിലാവുമ്പോ എന്റെ വെള്ളം കുപ്പി കൊള്ളും, കുട കൊള്ളും, എല്ലാം കൊള്ളും. എനിക്ക് ഭയങ്കര കംഫർട്ടുള്ള ബാഗാണിത്. അതുപോലെ എനിക്ക് ഈ ബനിയൻ ഇതിന്റെ ഗ്രീൻ ഒരു തവണ ഇട്ട് ഞാൻ ഫോട്ടോയൊക്കെ ഇട്ടിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തോ. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ട് ഈ മെറ്റീരിയല്. അതുകൊണ്ടാണ് ഇതിന്റെ ബ്ലാക്കും കൂടി ഞാൻ എടുത്തേട്ടാ. എന്തായി ഇത് അതിട്ടോട്ടെ. അപ്പൊ നമ്മുടെ 3 പേര് റെഡി ആവില്ല ഏകദേശം കഴിഞ്ഞു. ജാനുവിന്റെ മുടി കെട്ടി വെക്കാം. ജാനുവിന്റെ മുടി ഒന്ന് കെട്ടി. ഇത് പിടിക്കൂ. മഴ പെയ്യോ ഒന്ന് പണിയാവോ? പണിയായി കഴിഞ്ഞാൽ ഒരുമിച്ച് കെട്ടി വെച്ചാൽ മതിയാ. മഴക്കാരുണ്ട്. മഴ പെയ്യോ ഒരു ഡൗട്ട്. നമ്മൾക്ക് എവിടെയെങ്കിലും കയറിയേക്കും. പക്ഷെ കണ്ണൻ പുറത്താ. അവനെ ഉള്ളില് കൂട്ടിലാക്കിട്ട് പോയാലോ? പെട്ടെന്ന് പോയിട്ട് വരുമല്ലോ. അപ്പൊ കർണനുള്ള കാരണം ഇപ്പൊ അങ്ങനെ ഇതാക്കി പോവാൻ പറ്റണില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നംശിയോ കർണന്റെ കൂടെ ഇവിടെ നിൽക്ക്. കർണനെ കൂട്ടി ജാനൂടെ നിൽക്കണം. അപ്പൊ എവിടെയും കറണ്ടി വരില്ല. കർണനെ കൊണ്ടുപോയാ എവിടെയും കറണ്ടി വരില്ല. കർണനെ കൊണ്ടുപോയാ ഐസ്ക്രീം മധുരം ഷുഗർ കട്ടാണ്, സോൾട്ട് കട്ടാണ്, എരിവ് മറ്റേ സ്പൈസി കട്ടാണ്. സെറ്റായില്ലേ? പോവാം. മീൻ ഇഷ്ടല്ല. വലിക്കണ്ട, വൃത്തികേടാവുന്നു. സൈഡിലേക്ക് നോക്കാം. ഞാൻ ഇവിടത്തെ എടുത്തിടാം.
അപ്പൊ നമുക്ക് കൊടകരയ്ക്ക് പോവാം. ഞാൻ വലിയ ഹെയർ സ്റ്റൈലൊന്നും ചെയ്തില്ല, വെറുതെ എടുത്ത് ഊറ്റിയുള്ളൂ. പോയിട്ട് കുറച്ച് പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഒരു മിനിറ്റ് ഞാനും കൂടി എനക്കല്ലേ പക്ഷെ എനിക്ക് ഈ ചൂടത്തെ അടിച്ചിട്ട് നിർത്താൻ പറ്റത്തില്ല. ചൂടത്തെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെയല്ല, ക്ലിപ്പ് വരെ എന്റെ വിഷുവത്തെ ഞാൻ അതാലോചിക്കും. കമ്മലൊന്നും വിഷുവത്തില്ല. ഡ്രസ്സിങ്, ഹെയർ ക്ലിപ്പ് ഒക്കെ വിഷു. അപ്പൊ 3 ഡ്രസ്സ് കാണിച്ച് ഞാനിവിടെ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കുമ്പോഴുള്ള വീഡിയോ എടുക്കുമ്പോ കാണാം. അപ്പൊ ഞങ്ങള് 3 പേര് റെഡി ആയിട്ടുണ്ട് അല്ലേ? ഞാൻ റെഡി അല്ലേ? റെഡി ആവലൊന്നുമില്ല. എന്നാ പോയിട്ട് കറങ്ങി പോരാനുണ്ട്. തുത്ത് കിടക്കുന്നത് ശരിയല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് 3 പേരും ഇറങ്ങുകയാണ്. അപ്പൊ ഇനി കൊടകര പോയിട്ട് എന്തൊക്കെ വാങ്ങും, എന്തൊക്കെ കഴിക്കും എന്നൊക്കെ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് പോവാം, കൊടകരയ്ക്ക് പോവാം. കൊടകര പോയി അടിച്ച് കുളിച്ച് ഇങ്ങോട്ട് വരാം. അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടാ. കാരണം ബാവോ ഞങ്ങളെ കാണാണ്ട് കരയാവോതെ. കർണ ഞങ്ങള് പോയിട്ട് വരാൻ മിടുക്കനായിട്ട് ഇരിക്കണട്ടാ. കർണ പോയിട്ട് വരാം. അപ്പൊ ഞങ്ങള് പോട്ടേട്ടാ. ാണ് പിള്ളേരെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുള്ളത്. യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ. ടൈയില്ല. റോയ്സ് ബേക്കറി കയറി ഫലൂഡ കഴിക്കാൻ പോകട്ടെ. ഞങ്ങള് ഓരോ കട്ട്ലൈറ്റ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഫലൂഡയ്ക്ക് വേണ്ടി വെയിറ്റിംഗ്. ഓൾസോ വെയിറ്റിംഗ്. കട്ട്ലൈറ്റ് എങ്ങനെയുണ്ടായി? സൂപ്പർ കട്ട്ലൈറ്റ് ആട്ടോ, എനിക്ക് ഇഷ്ടമായി. നല്ല മയമുണ്ട്, നല്ല ടേസ്റ്റ്. ഇനി പറഞ്ഞാലേ നമ്മളിത് കഴിക്കില്ല, ഫലൂഡ ഫുള്ള് കഴിക്കില്ല. ഓക്കെ, നമശിവിന് ആദ്യത്തെ ഫലൂഡ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫലൂഡ. ഭയങ്കര നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. സെക്കൻഡ് വൺ ഈസ് ജാനുവിനൊക്കെ വലുതാണല്ലോ. ജാനുവിൻ്റെ ഫലൂഡ ജാനുവിനൊക്കെ വലുതാണല്ലോ. എങ്ങനെ കഴിക്കും ഇപ്പൊ? അത് എങ്ങനെ കഴിക്കും ജാനു? ഇത് ജാനു ഫുള്ള് കഴിക്കില്ലേ? ഉറപ്പാ. ലാസ്റ്റ് എൻ്റെ മതി 3 ഫലൂഡ വന്നു. ഇപ്പം ഞങ്ങൾ ഫലൂഡ കഴിക്കട്ടെ കേട്ടാ. കണ്ടോ, ഇതാണ് ഫലൂഡ. ഇത്രയും ക്വാണ്ടിറ്റി വേണം ഫലൂഡയ്ക്ക്, അല്ലാണ്ട് സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ള ഗ്ലാസ്സിലല്ല ഫലൂഡ കൊടുക്കാം. അല്ല നമുക്ക് ഞങ്ങളുടെ റോയ്സ് ബേക്കറിയിലെ ഫലൂഡ കളയല്ല ജാനു, എല്ലാം കളയും ജാനു. ജാനു കഴിച്ചിട്ടേ ഉഴിഞ്ഞിറക്കണു. ഞാൻ പറഞ്ഞതാ ഫുള്ള് കഴിക്കില്ല അത്. ഞങ്ങളൊക്കെ ഏകദേശം കഴിയാറായി. ജാനുവിന്റെ ഇതുവരെ കഴിയാറായില്ല. എന്നിട്ട് ജാനു പറയാ, അതെ അടിയിലത്തെ ജെല്ലി വേണം, പക്ഷെ എന്ത് അടിയിലേക്ക് എത്തണില്ല. അടിയിലുള്ള സാധനം വേണം, പക്ഷെ അടിയിലേക്ക് എത്തിക്കാൻ പറ്റില്ല ജാനു. എന്നിട്ട് കഴിച്ചിട്ട് ജാനു ഉഴിഞ്ഞിറക്കുക. ചേട്ടൻ സഹായിക്കുന്നുണ്ട്. വേഗം കഴിക്ക്. ഫലൂഡ കഴിക്കലും കാര്യങ്ങളും തീർത്ത് ഞങ്ങൾ ഇനി ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വാങ്ങാൻ പോവാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവിടെ നിന്നാണ് വാങ്ങാമെന്ന് വിചാരിക്കണം. അവിടെ നിന്ന് പച്ചക്കറി കട അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിക്കണം. ഇതാണ് ഞങ്ങളുടെ
കൊടകര അങ്ങാടി പന്തലുക്കാരൻ സിൽക്സ് ആണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ഞങ്ങളിനി ക്രോസ് ചെയ്തൊക്കെ വാങ്ങട്ടെ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വാങ്ങാം. ഫ്രൂട്ട്സ് വെജിറ്റബിൾസും വാങ്ങിച്ചു. ഇനി പോവാല്ലേ? ഫുഡ് അടിക്കാൻ പ്ലാൻ ഉണ്ടായി, പക്ഷെ ഫുഡ് അടിക്കണില്ല. എന്താന്ന് വെച്ചാ കറങ്ങി നടന്ന് വയ്യാണ്ടുമായി, പിടിച്ച് നടക്കും വേണം, പിന്നെ വിശപ്പില്ല ഫലൂട കഴിച്ചാറാൻ. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം അല്ലേ? നമുക്ക് ഞങ്ങൾ തിരിച്ചു പോവാണ്. നല്ല മഴക്കാരുണ്ട്, അതിന്റെ ഭയങ്കര ചൂട്. നടക്കാനൊന്നും രക്ഷയില്ല അല്ലേ? ഞങ്ങൾ വൈകുന്നേരം വരെ നടന്നേനെ, എന്തെങ്കിലുമൊക്കെ വാങ്ങി എന്തെങ്കിലുമൊക്കെ കണ്ട് നടന്നേനെ. രക്ഷയില്ല. നമ്മൾ തിരിച്ചു പോവുകയാണ്. പട്ടിക്കുട്ടീനെ കണ്ടിട്ട് ഓട്ടോറിക്ഷ ചേട്ടൻ വരാൻ നോക്കിയോണ്ട് നിൽക്കുക. ഞങ്ങളുടെ കർണനെ കണ്ടിട്ട് ഏത് സമയം പിടിക്കേണ്ട ജാനുവിനെ പോയി വന്നപ്പോഴേക്കും കർണൻ്റെ അടുത്തേക്ക് കേട്ടാ. കർണ ഉറങ്ങായിരുന്നു അല്ലേ? നല്ല ഉറക്കായിരുന്നു അല്ലേ കർണ? അവനറിയാം, അവൻ വീട്ടിലെല്ലാം ആക്കിയേക്കണേ, അവനറിയാം കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. വരൂ 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 വരൂ. അവൻ ഉറങ്ങായിരുന്നു, ഉറങ്ങിക്കോട്ടെ. കയറി ഉറങ്ങിക്കോ കർണ, ഉറങ്ങിക്കോട്ടാ. വെള്ളം കൊടുക്ക്. ബാ ജാനു വാ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കൊടകരയൊക്കെ കറങ്ങി, വെയിലത്തൊക്കെ കറങ്ങി വയ്യാണ്ടായി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, എത്തിപ്പോയി. അയ്യോ വയ്യാണ്ടായി. പോയി ഡ്രസ്സ് മാറിക്കോ. ഓക്കേ, അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. നമ്മുടെ വാച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. വാച്ച് എടുത്ത് വെക്കണം, വാങ്ങിച്ചതാണ് കേട്ടോ. വാച്ച് എടുത്ത് വെച്ചു. അങ്ങനെ എന്താ വാച്ച് എടുത്ത് വെച്ചു. അപ്പം നമ്മൾ ബാക്ക് ടു നമ്മുടെ വീട്ടിലെ കോലം. വന്ന് ഒന്ന് ഫ്രഷായി. ചൂട് ഭയങ്കരമായിട്ടാ, പുറത്തേക്ക് ഇറങ്ങാത്തവരെ എനിക്ക് എത്ര അങ്ങോട്ട് അറിയണില്ല. നല്ല ചൂടാ, രക്ഷയില്ല, കറങ്ങാനൊന്നും പോകാൻ പറ്റില്ല. പിള്ളേര് നമ്മുടെ പറമ്പിത്തെ മാങ്ങയൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് R2E2, വലിയ മാങ്ങയാണ്. ജാനുവിൻ്റെ മുഖത്തിൻ്റെ അത്ര ഉണ്ട്, നോക്കി. ജാനുവിൻ്റെ മുഖത്തിൻ്റെ അത്ര ഉണ്ട്. അപ്പം ഇത് R2E2 എന്ന് പറഞ്ഞാൽ മാവുമ്മ ആകെ ഒരെണ്ണം ഉണ്ടായുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് വെയിറ്റ് ഉള്ള മാങ്ങ ആയതുകൊണ്ട് അധികം ഒന്നും പിടിക്കില്ല. 1-2 ഉണ്ടാവുള്ളൂ. അതിൽ ഒരെണ്ണമാണ് കിട്ടിയത്. പിടിച്ച ജാനു ബേബി. ഇനി നംശവും തുറന്നേ. ബനാന മാംഗോയും ഉണ്ടാവും. രാജേഷ് ഏട്ടൻ്റെ ഇതിൽ ഒരെണ്ണം പഴുത്ത് വീണതുണ്ട് അല്ലേ? ഇതാണ് ബനാന മാംഗോ പഴുത്ത് വീണത്. ബാക്കി ഞങ്ങൾ പൊട്ടിച്ചതാണ്, പഴുക്കാറായ മൂത്തത്. പിന്നെ ഏറ്റവും താഴെ കിളിച്ചുണ്ട മാമ്പഴം ഉണ്ട്. അത് രാജേഷ് ഏട്ടൻ്റെ നമ്മുടെ അതിർത്തിയിൽ നിന്ന് വീഴുന്നതാണ്. രാജേഷ് ഏട്ടൻ അത് വെട്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെട്ടല്ലേ എന്ന് പറഞ്ഞ് നിർത്തിയേക്കാണ്. തണലുമാണ്, ഒരുപാട് മാങ്ങ അതും ഉണ്ടാവും. കുറച്ച് പുഴുവൊക്കെയുള്ള മാങ്ങയാണ്, എന്നാലും അധികം പഴുക്കണതിന് മുമ്പ് പൊട്ടിച്ചാൽ പുഴുവില്ലാണ്ട് നമുക്ക് പഴുപ്പിച്ച് കഴിക്കാം. ബാ അവിടെ കൊണ്ട് പഴുപ്പിക്കാൻ വയ്ക്കാം. ഇനി ഞങ്ങളുടെ പഴുപ്പിക്കൽ യന്ത്രം കാണിച്ചു കൊടുക്കാം. നംശിവേ നടക്ക്, ഞങ്ങളുടെ പഴുപ്പിക്കൽ യന്ത്രം കാണിച്ചു തരാം. ഇപ്പം കിട്ടിയ മാങ്ങകൾ ഇപ്പം തൽക്കാലം ആ മുറത്തിലിട്. എന്നിട്ട് അതിൽ പഴുത്തത് മാറ്റിയിട്ട് പഴുക്കാത്തത് മാത്രമേ, എന്നിട്ടേ പഴുത്തത് മാറ്റിയിട്ട് പഴുക്കാത്തത് നമുക്ക് പഴുപ്പിക്കൽ യന്ത്രത്തിൽ വയ്ക്കാം. ഇതാണ് ഇന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത മാങ്ങ. ഇതെന്തായാലും ചെനച്ചിട്ടുണ്ട്. ഇത് വെറുതെ കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ ചോണിയൊന്നും ഇല്ലാണ്ട് കണ്ട, ഞെട്ടിയിൽ ചോണി ഒന്നും ഇല്ലാണ്ട് കയ്യിലേക്ക് പോകുന്നു. അപ്പോൾ എന്തായാലും മൂത്ത് ചെനച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഈ ഡാർക്ക് സ്പോട്ട് കണ്ടാൽ അറിയാം അത് നന്നായി മൂത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പഴുത്തതാണ്, ഇത് പഴുത്ത് വീണതാണ് രാജേഷേൻ്റെ അവിടെ നിന്ന്. പിന്നെ ഇതിൽ ഒരെണ്ണം ഞാൻ പഴുത്ത് വീണത് എൻ്റെ ആയിരുന്നു. ഇവിടെ ഉണ്ട്.
ഒരെണ്ണം മാത്രം ഇതിൽ പഴുത്ത് വീണിട്ടുണ്ടായി, ബാക്കിയൊക്കെ മൂത്ത കാരണം പൊട്ടിച്ചിന്. ഒരു 3-4 കൂടി ഉള്ളൂന്നുണ്ട് അതുമേ അല്ലേ. പക്ഷേ ബനാന മാംഗോ ഇത്തവണ നന്നായിട്ട് കിട്ടിയിട്ടാ. ഫസ്റ്റൊക്കെ ഉണ്ടായതൊക്കെ പഴുത്ത് തുടങ്ങിയപ്പോൾ ഈ പുഴുവായിരുന്നു നിറച്ച്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പഴുപ്പിക്കൽ യന്ത്രം കണ്ടുപിടിച്ചു. അതായത് ഒരു അട്ടപ്പെട്ടി അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്ലാസ്റ്റിക് കവറിൽ പെട്ടി അതിനുള്ളിൽ കവറിൽ പൊതിഞ്ഞിട്ടാണ്. ഇത് ദാസൻ ചേട്ടൻ തന്ന മാങ്ങയാണ്. ഇത് ഏത് മാങ്ങിയ പേരറിയില്ല. ഇത് ഇങ്ങനെ പേപ്പർ വിരിക്കും അട്ടപ്പെട്ടിയിൽ, എന്നിട്ട് ഇതുപോലെ ഒരു കവറിലാക്കി വെക്കും. കവറിലാക്കി വെച്ചില്ലെങ്കിലും ഇതുപോലെ ചെനച്ച മാങ്ങ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം പച്ചമാങ്ങകൾ വയ്ക്കും. ഇതൊക്കെ നമ്മുടെ ബനാന മാംഗോ ആണ്. ബനാന മാംഗോ എന്ന് ആ പേര് പോലെ തന്നെ നല്ല നീട്ടുള്ള മാങ്ങയാണ്. കണ്ടോ, നമ്മുടെ ഒരു കൈയിൻ്റെ നീട്ടുണ്ടാവും. അപ്പോൾ ചെറിയൊരു പഴുപ്പ് വന്ന മാങ്ങ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം പഴുക്കാത്ത മാങ്ങയും കൂടി ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ഇങ്ങനെ ചൂട് കിട്ടുന്ന രീതിയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് വെക്കുകയെ അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്ത് ഒരു കവർ കൊണ്ട് പൊതിഞ്ഞ് വയ്ക്കുകയോ ചെയ്യുക. ഇപ്പം ഇതിൽ കൊള്ളില്ല. ഇനി പഴുപ്പിക്കൽ യന്ത്രം വലുതാക്കേണ്ടി വരും. വലിയ മാങ്ങയും കൂടി ഉള്ള കാരണം കൊള്ളില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, 2 എണ്ണം എടുത്ത് പുറത്ത് വയ്ക്കാം, പതുക്കെ പഴുപ്പിക്കാം. വലിയ മാങ്ങ എടുത്ത് എന്തായാലും പഴുപ്പിക്കണം. R2 ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയണേ. അപ്പം എന്തായാലും നമുക്ക് R2 എന്തായാലും പഴുപ്പിച്ചെടുക്കണം. എന്നാൽ അതിൻ്റെ മേലെ കൂടെ ബാക്കിയുള്ളത് വെച്ചിട്ട് ഈ പേപ്പർ കൊണ്ട് മൂടിയത് ശിവേ ഇതിങ്ങനെ നന്നായിട്ട് മൂടി വയ്ക്കും. അപ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ട് ബാക്കി മാങ്ങയും കൂടി പഴുത്ത് കിട്ടും. അങ്ങനെയാണ് ഞങ്ങളുടെ മാങ്ങ പഴുപ്പിക്കൽ യന്ത്രം അല്ലേ നംശിവേ? അതാണ് ഞങ്ങളുടെ മാങ്ങ പഴുപ്പിക്കൽ യന്ത്രം. ഇനിയുണ്ട് മാങ്ങ പഴുപ്പിക്കാൻ 3 എണ്ണം. ഇത് ഇവിടെ ഇരിക്കട്ടെ. അതിൽ നിന്ന് 2 മാങ്ങ പഴുത്തത് നാളെ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് 2 എണ്ണം അതിൽ ഇൻസേർട്ട് ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ കൂടുതൽ എണ്ണം പഴുത്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എല്ലാ ദിവസവും ഇപ്പം മാങ്ങ ജ്യൂസ് കഴിക്കും അല്ലേ? എല്ലാ ദിവസവും മാംഗോ ജ്യൂസ് അല്ലെങ്കിൽ എന്താ ഷേക്ക് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തായാലും കഴിക്കും അല്ലേ? അങ്ങനെ സ്ഥിരം മാങ്ങ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ മാംഗോ സീസൺ ആയ ചോറും ഇതൊന്നും വേണമെന്നില്ല, മാങ്ങ തന്നെ മാങ്ങ. ഇത് സമയവും മാങ്ങ. അപ്പം ഇതും വലിപ്പമുള്ള മാങ്ങയാണ്. കണ്ട, ഇത് ദാസൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പഴുപ്പിക്കൽ യന്ത്രം. ഇനി ഞങ്ങൾ ഇതിൽ വെച്ച് പഴുപ്പിച്ച മാങ്ങ കാണിച്ചു തരാം. ഈ 3 എണ്ണം ഞങ്ങൾ ഇന്നലെ പഴുപ്പിച്ചു. അപ്പം ഞങ്ങളുടെ കയ്യിൽ അൽഫോൻസോ മാംഗോ ഉണ്ടായിരുന്നത് കൊണ്ട് അൽഫോൻസോ മാംഗോ ഞങ്ങൾ ജ്യൂസ് അടിച്ചു കുടിച്ചു കഴിക്കുകയും ചെയ്തു. അപ്പം ഇത് ഇങ്ങനെ തന്നെ വെച്ച ഇന്നത്തേക്ക് ചീഞ്ഞാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിക്ക് എടുത്ത് വെച്ചു കേട്ടാ. തണുപ്പുണ്ടാവും ജാനു. അപ്പം ഒന്ന് കാണിക്കും 3 എണ്ണം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാ. ഇതാ കണ്ട, ഇതാണ് ഞങ്ങളുടെ ബനാന മാംഗോ. ഈ 3 എണ്ണം ഇന്നലെ പഴുത്ത് കിട്ടിയതാണ്. അതിൻ്റെ ഒപ്പം വെച്ചത് ഇതിൻ്റെ ഒപ്പം വേറെ ഉണ്ടായില്ല അല്ലേ? ലാസ്റ്റ് 3 എണ്ണം ആയിരുന്നു. ഇന്നിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തതാണ്. ഇനി പുതിയത് വെച്ചേക്കണത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി പഴുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇന്ന് ഞങ്ങൾക്ക് 1 എണ്ണം ചെത്തി കഴിക്കാനും 2 എണ്ണം ഷേക്ക് അടിക്കാനുള്ളതാണ് അല്ലേ നംശിവേ? അപ്പോൾ സ്ഥിരം മാംഗോ ഷേക്ക് കഴിക്കുന്നുണ്ട്. അതെ, കുറച്ച് പാലും മാങ്ങയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് ഷേക്ക് അടിച്ച് കുടിക്കാം അല്ലേ നംശി? മാംഗോ സിസ്റ്റം. ഓ ശരിയാ, നമ്മുടെ പഴുപ്പിക്കൽ യന്ത്രം. മാങ്ങ പഴുപ്പിക്കാനുള്ള യന്ത്രം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തൊക്കെ വേണം നംശി? ഒരു കാർഡ്ബോർഡ് പെട്ടിയും കുറച്ച് പേപ്പറും ഒരു പ്ലാസ്റ്റിക് കവറും മതി അല്ലേ? മാങ്ങ വേണം പഴുപ്പിക്കാൻ. അത് ഗുഡ് പോയിന്റ്. മാങ്ങ എന്തായാലും വേണമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബനാന മാംഗോ? അടിപൊളിയായില്ലേ? കാണാൻ തന്നെ ഭയങ്കര ലുക്കാ. ഇത് ഇത്രയും പഴുത്ത സ്ഥിതിക്ക് നല്ല മധുരമായിരിക്കും. പക്ഷെ ചെറിയൊരു പച്ച കളറൊക്കെ ആയിട്ടായിരിക്കണേ. പകുതി പഴുത്തതാണെങ്കിൽ ഉണ്ടല്ലോ നല്ല പുളി ഉണ്ടാവും കേട്ടാ. ചെറിയ പുളിയോട് കൂടിയുള്ള മധുരം. ഇപ്പം നല്ല മധുരമായിരിക്കും. ജ്യൂസ് അടിച്ച് അടിപൊളിയാ. 1 എണ്ണം ചെത്തി കഴിക്കുക, 1 എണ്ണം ജ്യൂസ് അടി. ഞങ്ങളുടെ മാങ്ങ പഴുപ്പിക്കൽ ഈ യന്ത്രത്തിൽ അധികം മാങ്ങ കൊള്ളാത്തതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു യന്ത്രം കണ്ടുപിടിച്ചു. മുറത്തിലാക്കി കവറിലാക്കി പേപ്പർ കൊണ്ട് പൊഞ്ഞു വെച്ചു. ഏതാ ഫസ്റ്റ് പഴുക്കാന്ന്. മിക്കത് ഇത് ഫസ്റ്റ് പഴുക്കുള്ളൂ. ഇതിൽ ഓൾറെഡി പഴുത്തതിൻ്റെ ഒരു പകുതി പഴുത്തതുണ്ട്. അങ്ങനെ എൻ്റെ R2 ടേസ്റ്റ് എന്താവുന്നാണ് എനിക്ക്. ഇനി നമുക്ക് ഇത് മൊത്തം നമുക്ക് ചെത്താം. ഇതിൽ രാജേഷേൻ്റെ കിളിച്ചുണ്ടനിൽ പുഴു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ചെത്തി കഴുകി വൃത്തിയാക്കി ചെത്തി ഞങ്ങൾ കഴിക്കട്ടെ. ചെത്തി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടാ. അല്ല, മാങ്ങ ഇതുവരെ മതിയായിട്ടില്ല. നമുക്ക് മാങ്ങ സീസൺ കഴിയാറായി. ഇപ്പോൾ മാങ്ങ സീസൺ ഇപ്പം കഴിയാറായില്ലേ? ഇത് നമ്മുടെ മാങ്ങ ഇതുവരെ മതിയായിട്ടില്ലല്ലോ. ഡിഫറെന്റ് അല്ലേ? ഇത് കേടില്ലാന്ന് തോന്നണേ. ഇതിനൊരു ചതവ് പോലും തോന്നണില്ല. എന്നുവെച്ചാൽ കല്ല് പോലെ ഇരിക്കുന്നത് കേടുണ്ടാവില്ല. കേടുള്ളതിനിങ്ങനെ പിളുപിളുന്നതിനെ നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ് രാജേഷേൻ്റെ മാങ്ങ. എന്തോ ഭാഗ്യത്തിന് ആദ്യത്തെ മാങ്ങ തന്നെ പുഴുവില്ലാണ്ട് കിട്ടിയെന്നാണ് തോന്നണേ.
ചെത്തും പറയാം. First try 1 point. സക്സസ്. Score 1. സക്സസ്. ഇത് വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. അടുത്ത് നോക്കാം. ഇത് വീണപ്പോൾ മതിലുമേ കൊണ്ട് കൊണ്ടുണ്ട്. പഴുത്തിട്ടും ഇരിക്കുമ്പോ അല്ലാണ്ട് വെല്ലുവിളി. ഞാൻ ഇങ്ങനെ മാങ്ങത് ഇങ്ങനെ ചെത്തി ഇങ്ങനെ വരുന്ന സൈഡ് ഇവിടെ കൊണ്ടിട്ട് ഇവിടെ ഫുള്ള് തൊലി പോയിരിക്കുകയായിരുന്നു കുറേ നാളായിട്ട്. ഇപ്പോഴും ഇവിടെ ഉണങ്ങിയ പാടുണ്ട് കണ്ടോ, ഇവിടെ ഫുള്ള് തൊലി പോയിരിക്കുകയായിരുന്നു. എന്നിട്ട് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായിണ്ടായില്ലേ എന്തിട്ടാണോ അവിടെ നീറണേ, ഇങ്ങനെ കൈമ എന്തെങ്കിലുമൊക്കെ ആവുമ്പോഴും നനയുമ്പോഴൊക്കെ നീറണ്. പിന്നെയാണ് ആലോചിച്ചത് എന്നും ഈ മാങ്ങയുടെ തൊലി ചെത്തലല്ലേ, ചെന്ന് കൈമ കൊള്ളുന്നത് അറിയില്ലേ ആക്രാന്തത്തിന്റെ ഇടയില്. പിന്നെ നമ്മൾ തിരക്ക് കൂട്ടി തൊലി കളഞ്ഞ് വേഗം ഷേക്ക് അടിക്കുകയാണല്ലോ, അപ്പൊ ആ കുടിക്കണതിൻ്റെ ആ ഒരു ഇതില് അത് അറിയണില്ല, ആ ഒരു ചിന്തയിൽ മുഴുകിപ്പോയി. അവിടെ പോയിടക്കാനും ഇതും കുഴപ്പമില്ല. എന്തോ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടാണോന്ന് അറിയില്ല. നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചപ്പോൾ ഒരു ഇതിനുണ്ട് പുഴുവിട്ടത്. ഈ സൈഡിൽ പുഴുവുണ്ട്, പുഴുവിടുന്ന അതേ വെള്ളം വരുന്നല്ല, ഇവിടെ കുത്തുകളും കൊണ്ട് വേണം ചെത്തി കാണിച്ചേരാം. അതേരാ പുഴുണ്ടാവും ഇതില് കണ്ടിട്ട്. ചിലപ്പോൾ വീണ്ടും ചതഞ്ഞതായിരിക്കും, പക്ഷെ ഇത് എടുക്കണില്ല ഞാൻ. എന്നുവെച്ചാൽ രാജേഷ് ഏട്ടൻ്റെ നമ്മുടെ ഈ മാംഗോയിലത്തെ പുഴുണ്ടല്ലോ കണ്ടാ പിന്നെ ഒറ്റ മാങ്ങ ഇതും ബിളുബിളും തന്നെ ഞങ്ങളുണ്ട്. അപ്പം എന്തിനെടുത്തടാ ഞങ്ങളത് എടുക്കണ്ടെന്ന് ഞങ്ങൾക്ക് മാത്രം എടുക്കണ്ടേ ആണോ? പിന്നെ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അറിയില്ല, വേണ്ട. ബിളുബിളും തന്നെ ഇരിക്കും, നമ്മൾ കഴിക്കൂല പീസ് എന്തിനാ പിന്നെ ഒരു എന്തേലും കളയല്ലേ. അപ്പൊ എന്തിട്ട് വെറുതെ കളയണേക്കെ ഭേദം എന്തിട്ടാ ചെത്തി എന്തിനാ വെറുതെ ചെത്തണേന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഈ മാങ്ങയിൽ ഒരെണ്ണത്തിൽ പോലും കേടില്ലല്ലോടാ, ഇത്ര നാള് പുഴുവെന്ന് പറഞ്ഞിട്ട് കണ്ട. അപ്പൊ ഇനി എന്നും നമുക്ക് വീഡിയോ ഓണാക്കി വെച്ചിട്ട് അങ്ങോട്ട് ഈ മാങ്ങ ചെത്താം. എനിക്ക് തോന്നുന്നു വീഡിയോ ഓണാക്കിയ കാരണം ഒരെണ്ണത്തിൽ പോലും പുഴുവില്ല. നമുക്ക് എടാ കറങ്ങോടോ കറങ്ങിനെ കെട്ടിട്ടേക്ക് കറങ്ങിനെ വിട്ട് കഴിഞ്ഞാലേ ഇവനെങ്ങനെ പോയില്ല. കൂടിന്റെ കാര്യം സെറ്റാക്കുന്നുണ്ട് കേട്ടാ. ഇന്നിവിടെ മറ്റേ വെൽഡിങ്ങിന്റെ ചേട്ടന്മാരുണ്ട്, അപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ട് കൂടും കൂടി സെറ്റാക്കാൻ. കേടാ ഈ സൈഡ് കേടാ. എനിക്ക് തോന്നണതേ പുഴു പുറത്തുനിന്ന് വരല്ല, ഇതിന് ഉള്ളിൽ നിന്ന് തന്നെ പുഴു. അതേ ഉണ്ടായത് കേടാ. ഈ സൈഡ് എടുക്കാൻ പറ്റില്ല, ഈ സൈഡ് മാത്രം പുഴു എടുക്കാം. എന്നിട്ട് ഞാൻ കയ്യും കേട്ടോ. നിങ്ങൾ ആ സൈഡിൽ വീട് ഇത് ഇവിടെ ഓട്ടണ്ട വേണ്ടത്. ഇതിനൊരു കേടുണ്ടാവില്ല കേട്ടോ, അത് പിടിക്കുമ്പോ തന്നെ അറിയാം. എന്നുവെച്ചാൽ ഒന്ന് പഴുപ്പാവണുള്ളേ. തെറ്റിദ്ധരിച്ചു, ഫുള്ള് കേട്. അടിയിലിത് കാണണ്ടോ? ഇത് നോക്കി നോക്കാം. ശരി കേടുണ്ടെന്നുണ്ടല്ലേ, അത് തുടങ്ങിയിട്ടുള്ളൂ കേട്. എടുക്കണോ അത്? അതെനിക്ക് തോന്നുന്നു പുഴുവല്ല, അതിങ്ങനെ എന്തോ വേറെ എന്തോ ഒരു കേട്. ചതവല്ല അത്, പുഴുക്കേടല്ല അത്, വേറെന്തോ ഒരു കേട്. പുഴുവൊന്നും അങ്ങനെയല്ല, കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഈ മാങ്ങ ഇപ്പൊ ജസ്റ്റ് ചെത്തി കഴിക്കാനാണ് കേട്ടാ. മറ്റേ മാങ്ങ നമ്മൾ ഷേക്ക് അടിക്കും, ഷേക്ക്. അത് നല്ലേ. ഇപ്പൊ നമ്മുടെ ഈ ബഡ് ചെയ്ത് വെക്കണ മാങ്ങകളില്ലേ, അത് ശരിക്കും നമ്മൾ പാലൊഴിച്ച് ജ്യൂസ് അടിക്കുക, സാധാരണ പോലെ ജ്യൂസ് അടിക്കുക, ഷേക്കോ അടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ അതിങ്ങനെ നന്നായി പതയല്ല, എന്താ പറയുക, അത് നന്നായിട്ട് പഴുപ്പുള്ള മാങ്ങ. അപ്പം എന്താവും, നല്ല ജ്യൂസിന് നല്ല കട്ടിയുണ്ടാവും, നല്ല മാതിരി ഇങ്ങനെ ക്രീമി ജ്യൂസ് കിട്ടും. ക്രീമി ജ്യൂസ് കിട്ടും. നീ പോയേ അംശം ഈ വേസ്റ്റ് കളഞ്ഞിട്ട് വരും. അപ്പൊ ഞാൻ മറ്റേ മാങ്ങയും കൂടി ഫീൽ ചെയ്യും. ഇനി നമുക്ക് ബനാന മാങ്കോ കട്ട് ചെയ്ത് നോക്കാം. ഇതില് പുഴുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം നമുക്ക് ചെത്തിയിട്ട്. കഴുകുമോനെ കറക്റ്റ് നന്നായി കഴുകും.
ഇത് പുഴുണ്ടാൻ വഴി. ഇത് വീണ് കിട്ടിയതല്ലേടാ, അതിന് തണുപ്പില്ല. ആ ഇതാണ് ഇന്ന് പച്ച മാങ്ങ പൊട്ടിച്ച് വെക്കാൻ നോക്കിയപ്പോൾ ഒരെണ്ണം വീണ് കിട്ടിയത് കേട്ടാ. അതുമ്മ നിന്ന് പഴുത്തതാണ്. അപ്പം ഇതിന് ടേസ്റ്റ് കൂടും. ഉണ്ടോ നീട്ടം നോക്കൂ, ഒരു തൊലിയുടെ നീട്ടം ഇത്രയും നീട്ടണ്ട് ഈ മാങ്ങയ്ക്ക്. അതെ ആ മാങ്ങയും മാങ്ങയും കമ്പയർ ചെയ്താൽ ഭയങ്കര വ്യത്യാസം. അതെ കണ്ട വലിപ്പ വ്യത്യാസം. നമ്മുടെ നാടൻ മാങ്ങകളെക്കാളും ഇങ്ങനത്തെ മാങ്ങകൾക്ക് എന്താ ഇങ്ങനെ വാങ്ങിച്ചു വെക്കണ മാങ്ങകളുടെ പ്രത്യേകത എന്താണെന്നറിയോ നംശു? ഇതില് മാങ്ങണ്ടി വളരെ കുഞ്ഞിതും നല്ലോണം മാങ്ങയുടെ പഴുപ്പതേ പുഴുവിൻ്റെ ഒരു ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇതില്ലേ ഉള്ളിക്ക് എത്തിയിട്ടില്ല, ഭാഗ്യം ഉള്ളിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ കേട്. എനിക്ക് തോന്നുന്നതേ ഈ എന്താ പറയാ അതുമ്പോൾ നിന്ന് പഴുക്കുമ്പോഴാണ് ഈ പുഴു വരാനുള്ള ഒരു സംഭവം വരണത്. പ്രാണികൾ കയറി മുട്ടയിടണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ മൂത്തതിനെ പൊട്ടിച്ചു വെക്കുമ്പോൾ ഒട്ടും പുഴു വരുന്നില്ല. പക്ഷെ അതുമ്പോൾ നിന്ന് പഴുക്കണേൽ ഇതുപോലെ എവിടെയെങ്കിലും ഒരു സൈഡിൽ പുഴുവിൻ്റെ ഒരു ആക്രമണം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതാണ് ഇപ്പം നമുക്ക് അതുമൊന്ന് വീണ് കിട്ടിയ സംഭവം കേട്ടോ. അതെ തൊലി കളഞ്ഞു. ഇത് തൊലി കളഞ്ഞു വെച്ചിട്ട് ഈ പ്ലേറ്റിൽ നമുക്ക് കട്ട് ചെയ്തിടാം. ഇനി ഇത് ഞാൻ ഇന്നലെ നമ്മൾ പഴുപ്പിച്ച മാങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായതാണ്. ചെത്തട്ടേട്ടാ ഇനി എല്ലാത്തിൻ്റെയും തൊലി ചെത്തി കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ ലോങ് വീഡിയോ. ഇത് മൂന്നും നമ്മൾ പഴുപ്പിച്ചത്. ഇത് തന്നെ അതുമ്പോൾ നിന്ന് പഴുത്തത്. പക്ഷെ നമ്മൾ പഴുപ്പിച്ചതിനാണ് കളറ് കൂടുതൽ. ടേസ്റ്റ് നോക്കാം ഇനി. അപ്പം നമുക്ക് ബനാന മാംഗോ ഒന്ന് ചെത്തി നോക്കാം. ഈ മാങ്ങകളുടെ പ്രത്യേകത ഒരുപാട് ഫ്ലഷ് ഉണ്ടാവും. മാങ്ങണ്ടി ഭയങ്കര കനം കുറവായിരിക്കും. കണ്ടോ മാങ്ങണ്ടി ഇത് ഇത്ര ഉണ്ടാവുള്ളൂ. ഒരു പൂള് ഇത്ര ഉണ്ട്. ഞാൻ അടുത്ത പൂള് കാണിച്ചു തരാം. നോക്കൂ മാങ്ങണ്ടിയുടെ വലിപ്പം നോക്കി ഇത്ര ഉള്ളൂ മാങ്ങണ്ടി. കണ്ട മാങ്ങയുടെ ഫ്ലഷിൻ്റെ വലിപ്പത്തിൻ്റെ അത്രയും പോലും മാങ്ങണ്ടിയില്ല. അത് നമുക്ക് ഒരു മാങ്ങയിൽ നിന്ന് തന്നെ നന്നായിട്ട് മാങ്ങ കഴിക്കാനുള്ളതുണ്ടാവും. പിന്നെ അത് ഇതൊക്കെ ചെത്തി കഴിയുമ്പോൾ ഈ മാങ്ങണ്ടിയുടെ ഒറിജിനലൊരു രൂപം ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളരെ സ്ലിമ്മാണ്. പീസ് എഡിറ്റൊക്കെ നമുക്ക് ചെത്തിയെടുക്കാം. ദേ ബനാന മാംഗോ വീട്ടിലുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി ഇല്ലാത്തവരാണെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ. ഒരു കുഞ്ഞി തൈ വാങ്ങിച്ചു വെച്ചാൽ മതി. വളം നല്ല ചാണകപ്പൊടിയും ആട്ടുംകാട്ടൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കാച്ചു കിട്ടും. ബഡ് ചെയ്തതാണെങ്കിൽ വേഗം കാച്ചു കിട്ടും. കണ്ട മാങ്ങണ്ടി ഇത്രയേ വരുന്നുള്ളൂ. ഇത് ഇത്രയുള്ള മാങ്ങയാണ്. മാങ്ങണ്ടി നോക്ക് എത്രയുണ്ടെന്ന്. അയ്യോ ഇത് അതെ മാങ്ങ പഴുപ്പിക്കണ യന്ത്രം ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇത് നമ്മൾ അവിടെ നിന്ന് ഇതിനാണോ അതിനാണോ ടേസ്റ്റ് നോക്കാം നമുക്ക്. ഇത് നമ്മൾ അതുമ്പോൾ നിന്ന് പഴുത്തിട്ട് മുറിച്ചെടുത്തത്. ഇനി ഇത് നമ്മൾ പഴുപ്പിച്ചത് അത് ചെത്തി നോക്കാം. ഏതിനാണ് ടേസ്റ്റ് നോക്കാം. ഇതൊന്നും കൂടി പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കളറുള്ളത് അതുകൊണ്ടാണ്. ആ മാങ്ങയെക്കാളും ഇത്തിരി കൂടെ പഴുത്തിട്ടുണ്ട്. അത് നാളത്തേക്ക് ചിലപ്പോൾ ഈ കളറായേനെ. ഇത് അടുത്ത മാങ്ങ കേടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാലും പറയാനായിട്ട് കാര്യമില്ല. എൻ്റെ മാങ്ങണ്ടിയുമെന്ന് പറഞ്ഞ കേടാന്ന് വെച്ചിട്ടുണ്ടാവും. അതില്ല അത് കേട് അങ്ങനെ അങ്ങോട്ട് വിപുലീകരിച്ചിട്ടില്ല. അതെ മാങ്ങണ്ടിയുമെന്ന് ഇതുമ്പോൾ കേട് വരുന്നുണ്ട്. മാങ്ങണ്ടിയുമെന്ന് വെച്ചിട്ട് ഈ സൈഡ് എടുക്കാം, ആ സൈഡ് എടുക്കണ്ട. ഇവിടെ അപ്പോൾ ഇതാണോ അതാണോ ടേസ്റ്റ് നോക്കാം. ഇത് നമ്മൾ പഴുപ്പിച്ചത് ഇത് ഇവിടെ ഉണ്ടായി. ഒന്ന് ജാനുവിന്, ഒന്ന് നംശീന്, ഒന്നമ്മയ്ക്ക്. ഇതിൻ്റെ ഒന്ന് ജാനുവിന്, ഒന്ന് നംശീന്, ഒന്നമ്മയ്ക്ക് വെച്ചോക്കാം. അതിൻ്റെ അല്ല ആദ്യം ഇത് കഴിച്ചു നോക്ക്. പേരിൻ്റെയോ മാറിയുണ്ട്. ചെറിയൊരു പുളിയുണ്ട്. വലിയ കഷ്ണത്തിന് അടി അവിടെ. നമ്മൾ പഴുപ്പിച്ചതിന് പുളിയില്ല, പൊട്ടിച്ചതിന് പുളിയുണ്ട് അല്ലേ? നമ്മൾ പഴുപ്പിച്ചതിന് പുളി.
അപ്പോൾ ഇനി ഞങ്ങൾ മാമുണ്ടതിന് ശേഷം ഇറങ്ങണില്ല. ഈ മാങ്ങ എടുത്ത് ജ്യൂസ് അടിക്കും. ഈ കുഞ്ഞു മാങ്ങകൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കും. ഇതും കഴിക്കാൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചാൽ ഇതും കൂടി കഴിക്കാം. ഇത് 2 എണ്ണം ജ്യൂസ് അടിക്കും. ഇപ്പോൾ ചോറുണ്ണില്ല ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ. മാങ്ങ സീസണായ അങ്ങനെയാണല്ലോ, ചോറും വേണ്ട ഒന്നും വേണ്ട, മാങ്ങ തന്നെ മാങ്ങ എല്ലാ നേരവും. അപ്പോൾ മാമ്പഴക്കറിയാണ്, കറിയും മാമ്പഴക്കറിയാണ്, അത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ചോറ് മാമ്പഴക്കറി കൂട്ടി കഴിച്ചിട്ട് ഞങ്ങളിത് ജ്യൂസ് അടിക്കാം. അപ്പം നമ്മുടെ മാംഗോ ഷേക്ക് റെഡിയായി കണ്ടോ. ഇതാണ് നമ്മുടെ മാംഗോ ഷേക്ക്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പ്രശാന്തേട്ടൻ തമിഴ്നാടൻ മാങ്ങയും കൊണ്ടുവന്നു. അപ്പോൾ ഇന്നത്തെ ജ്യൂസ് അടിപൊളിയായി അങ്ങോട്ട്. ജ്യൂസല്ല, ഷെയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ പാല് കട്ടയാക്കാറില്ല, എന്നാലും പാൽ ഒഴിച്ചിട്ടാണ് ജ്യൂസ് അടിക്കണേ. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് കഴിക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.